56 കൊല്ലം മുമ്പ് ലേ ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാൻ്റെ സംസ്കാരം ഇന്നാണ്. മൃതദേഹം അല്പസമയത്തിനകം ജന്മനാടായ പത്തനംതിട്ടയിലെ ഇലന്തൂരിൽ എത്തിക്കും. EB ജയശങ്കർ ഇലന്തൂരിൽ നിന്നും തത്സമയം ചേരുന്നു. ജയശങ്കർ, മൃതദേഹം എത്താൻ സമയമായോ? പറയൂ വിശദാംശങ്ങൾ. SKN തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം കാത്ത ജന്മനാട് ആകെ കാത്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഓമല്ലൂരിലെ സെൻറ്റ് ജോസഫ് പള്ളിയുടെ പരിസരത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എത്തിച്ചിട്ടുണ്ട്. ഇത് തുറന്ന വാഹനത്തിലേക്ക് മാറ്റി ഉടൻ തന്നെ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക്, ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് കൊണ്ടുവരും. ഇവിടെ അല്പനേരം പൊതുദർശനം ഉണ്ടാകും. ഈ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. വീട്ടിലും പൊതുദർശനം നടത്തും. വീട്ടിൽ മറ്റ് മതപരമായ ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. നാടൊട്ടാകെ അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കാരണം ചെറുപ്രായത്തിൽ 22-ാം വയസ്സിൽ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു മരിച്ച ഒരു സൈനികനാണ്. നീണ്ട 56 വർഷത്തിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കണ്ടെടുക്കുന്നത്. ഇത്രയും നാൾ സൈന്യം മരണപ്പെട്ടു ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കുടുംബത്തെ അറിയിച്ചെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംബന്ധിച്ച ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ പല ബന്ധുക്കളും, ഇപ്പോൾ ഉള്ള സഹോദരൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ ഇദ്ദേഹത്തെ കാണാതാകുന്നത്. പിന്നീട് അങ്ങോട്ട് കുടുംബം നീണ്ട നാൾ വലിയൊരു വിഷമത്തിലായിരുന്നു. ആ ഒരു വിഷമത്തിന് ഒരു പരിധിവരെ അദ്ദേഹത്തെ കാണാമെന്നൊരു ആശ്വാസമെങ്കിലും കുടുംബത്തെ സംബന്ധിച്ച് നിലവിലുണ്ട്. എന്തായാലും ഈ നാടൊട്ടാകെ തങ്ങളുടെ ധീരജവാന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിനാണ് നിലവിൽ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിരവധി നാട്ടുകാരുൾപ്പെടെ, പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ഭൗതിക ദേഹം കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ പൊതുദർശനത്തിന് വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ഷെഡ് കെട്ടിക്കൊണ്ട് തന്നെ ആ ഷെഡിൽ ഭൗതികദേഹം കുറച്ചധികം നേരം നാട്ടുകാർക്ക് വേണ്ടി പൊതുദർശനത്തിന് വയ്ക്കും. നാട്ടുകാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ ഉണ്ട്. ദൃശ്യങ്ങളെല്ലാം തന്നെ കാണാം. നിരവധി ആളുകൾ ഇലന്തൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് അല്പസമയത്തിനകം സൈനികന്റെ മൃതദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അത് നമുക്ക് വീണ്ടും അത് തത്സമയം സംരക്ഷണം ചെയ്യാം.